ഹൈക്കോടതി വിധിയനുസരിച്ച് പാതയോരങ്ങളിൽ പാർട്ടി പതാകകളടക്കം കെട്ടുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ അധികാരികൾ എത്തി ഇത് മുറിച്ചു മാറ്റാൻ ശ്രമിച്ചത്. ഇതാണ് BJP പ്രവർത്തകർ തടഞ്ഞത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യാപകമായി BJP പതാകകൾ കെട്ടിയത്. പാതയോരത്ത് കൊടിതോരണങ്ങളും ബോർഡുകളും പാടില്ലെന്ന ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ച രാത്രി കൊടി കെട്ടുമ്പോൾ തന്നെ നീക്കാൻ കോർപ്പറേഷൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ പതാകകൾ എല്ലാം നീക്കുമെന്ന് നേതാക്കൾ കോർപ്പറേഷൻ അധികൃതരെ അറിയിച്ചു. ഇത് അംഗീകരിക്കാതെ പോലീസിലും കോർപ്പറേഷൻ വിവരം അറിയിച്ചിരുന്നു. പതാക നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം വാഹനം എത്തിച്ച് കൊടികൾ അഴിച്ചുമാറ്റാൻ തുടങ്ങി. ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന BJP നേതാവ് അരുൺ കൈതപ്രം, യുവമോർച്ച ജില്ലാ സെക്രട്ടറി അർജുൻ ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊടി അഴിച്ചുമാറ്റുന്നത് തടഞ്ഞു. അഴിച്ചുമാറ്റിയ കൊടികൾ കോർപ്പറേഷന്റെ വാഹനത്തിൽ നിന്ന് എടുത്ത് ഇവർ വീണ്ടും കെട്ടുകയും ചെയ്തു. കോർപ്പറേഷന്റെ അനുമതിയോടെയാണ് പതാകകൾ കെട്ടിയതെന്നും സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന പരിപാടി കഴിഞ്ഞ ഉടൻ ഇത് അഴിച്ചുമാറ്റുമെന്ന് അറിയിച്ചിരുന്നതാണെന്നും അർജുൻ ദാസ് പറഞ്ഞു. പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ പാർട്ടിയുടെ പതാകകളും സ്ഥാപിച്ചത്. അത് പരിപാടി കഴിഞ്ഞതിനുടനെ നമ്മളത് അഴിച്ചുമാറ്റുമെന്നും കോർപ്പറേഷനിൽ പറഞ്ഞതാണ്. പക്ഷേങ്കിൽ പെട്ടെന്നാണ് കോർപ്പറേഷനിലെ അധികാരികൾ വന്ന് ഒരു ന്യായമില്ലാതെ BJPയുടെ കൊടികൾ എടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നൊരു കാഴ്ച ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായും പ്രതിഷേധാർഹമാണ്. അതുകൊണ്ടാണ് BJPയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു ഇത് ഉണ്ടായത്. ഞങ്ങൾ കൊടി തിരിച്ചു വാങ്ങുകയും വീണ്ടും കൊടി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. ഇനി പരിപാടി കഴിഞ്ഞ ഉടൻ ഈ കൊടി തോരണങ്ങൾ ഞങ്ങൾ അഴിച്ച് മാറ്റുന്നതായിരിക്കും. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. അല്ല, ഞങ്ങൾ പെർമിഷൻ വാങ്ങിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ കൊടിതോരണങ്ങളും സ്ഥാപിക്കും എന്ന ഇത്ര ദിവസത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ മാറ്റും. അതായത് ഇന്നലെ രാത്രി സ്ഥാപിച്ച് ഇന്ന് 11-12 മണിയോടുകൂടിൽ ഞങ്ങളിത് മുഴുവൻ മാറ്റുമെന്ന് കോർപ്പറേഷൻ അധികാരികൾ രേഖാമൂലം ഞങ്ങൾ എഴുതി കൊടുത്തതാണ്. അവർ സമ്മതിച്ചതാണ്. നമ്മൾ ഫ്ലെക്സ് ബോർഡ് വെക്കാനോ അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെയും തോരണങ്ങളും മറ്റും വെക്കാനോ നമ്മൾ രേഖാമൂലം എഴുതി കൊടുത്ത് പെർമിഷൻ വാങ്ങിയതാണ്. പാതയോരത്ത് പതാക കെട്ടാൻ ഒരനുമതിയും ആർക്കും കൊടുത്തിരുന്നില്ലെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവ് നിലവിലുള്ളതിനാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പാതയോരത്ത് കൊടി കെട്ടാനുള്ള അനുമതി നൽകാറില്ല. രേഖാമൂലമോ അല്ലാതെയോ ഇത്തരത്തിലുള്ള ഒരു അനുമതിയും നൽകിയിരുന്നില്ലെന്നും മേയർ വ്യക്തമാക്കി. ഹൈക്കോടതി വിധി ലംഘിച്ച് പതാക കെട്ടിയതിന് BJPക്ക് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം 5000 രൂപ പിഴയും ഈടാക്കി. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.